എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിനി ഡൽഹൌസിയിലെ കാഴ്ചകളും കറക്കമൊക്കെ മതിയാക്കി ഇനിയും മല ഇറങ്ങി താഴേക്ക് പോകാൻ പോവാണ്. കാര്യം ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടെയൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് കാരണം എല്ലാവരും മടുത്തു. അച്ഛമ്മയാണെങ്കിൽ നല്ലപോലെ മടുത്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൂട്ടിയ ആളെയും കൊണ്ട് വേണം നമുക്ക് മല ഇറങ്ങാനായിട്ട്. അപ്പോൾ മൊത്തം കുഞ്ഞിക്കിളിയും കൂടെ ഈ വണ്ടിയും കൊണ്ട് വരും. ടാറ്റാ. അച്ഛക്ക് മാത്രമേ ഉമ്മയുള്ളോ? അച്ഛൻ ഞാൻ ഉമ്മ തരാന്ന്. എനിക്ക് ആദ്യം തരണ്ടായിരുന്നോ? അച്ഛക്ക് ഉമ്മ കൊടുത്തു കഴിഞ്ഞേ ആന്റി അമ്മയ്ക്കുള്ളൂ. ഞാൻ ടച്ച. അപ്പം വഴിയൊക്കെ അറിയാലോ. അപ്പോൾ നമ്മുടെ മെയിൻ ഡ്രൈവറും കയറി. ഇനി നമുക്ക് പോയേക്കാന്നാ. ആ വണ്ടി ഇച്ചിരി മാറ്റേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. തിരിഞ്ഞു പോകുമെന്ന്. ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട്. ഓടിച്ചോ ഫുള്ളോടിച്ചോ. ഇപ്പം ഡൽഹൌസിയോട് തൽക്കാലം യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. പുത്തേറ്റാവുള്ളവൻ്റെ രാജസ്ഥാനിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ രാജസ്ഥാനിലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതെ. അവിടെയും തണുപ്പും മഞ്ഞും ഒക്കെ ആയിരിക്കും. തണുപ്പായിരിക്കും. പിന്നെ ഇത്രയും കാഠിന്യം കാണത്തില്ല ചിലപ്പോൾ തണുപ്പിന്. പറയാൻ പറ്റില്ല കേട്ടോ. തണുപ്പൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ പോന്നോ? ആരും കിടക്കൊന്നും വേണ്ടേ? ആർക്കും കിടക്കൊന്നും വേണ്ടേ? നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പോന്ന ആണോ? അമ്മയ്ക്ക് സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് നമ്മള് തിരിച്ചിറങ്ങാണല്ലോ. നമുക്ക് കാശ്മീരും കൂടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ആകുന്ന പറഞ്ഞ കാശ്മീർ പോവാന്ന്. എനിക്ക് കാശ്മീർ വേണ്ട, ഞാൻ ഇനി വീഡിയോ കണ്ടോളാന്ന് പറഞ്ഞേ. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാ പോകുന്നത് കേട്ടോ. രാജസ്ഥാനിലേക്ക് ഭയങ്കര തണുപ്പായിരിക്കും. രാജസ്ഥാനിൽ തണുപ്പുണ്ട്. അത് പറയാൻ പറ്റുകയല്ല. അപ്പം ഇത് കുഴപ്പമില്ലല്ലേ? അല്ല, കാശ്മീരിൽ ഇപ്പൊ ഈ തണുപ്പൊക്കെ ഉള്ളൂ. കാശ്മീർ പോയാലോ? പിന്നെ ഇടയ്ക്ക് സ്നോഫോളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോവുകയാണെങ്കിൽ അത് നല്ലൊരു അനുഭവമാണ്. ഇനിയും തീരുമാനം എടുക്കാം. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ അടിപൊളി ഒരു റൂട്ടുണ്ട്. പോകുന്നില്ല? അതെ, അതിലേ കയറി ശ്രീനഗർ ഒന്നും പോകണ്ട. ഇടയ്ക്ക് വെച്ച് കയറിയിട്ട് നമ്മൾ ജമ്മു ഇറങ്ങി ഇങ്ങനെ വേണേ പോരാ. എങ്ങനാ? വേണ്ടേ? എന്നാലും എനിക്ക് ഇടുക്കിയിലെ തണുപ്പൊക്കെ ഇഷ്ടം. അത്രയൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. രാത്രി ആയതുകൊണ്ട് പിന്നെ വഴിയിൽ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ഇറങ്ങിപ്പോവാം. വണ്ടിയില്ലൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ ഇതേ ബനികേത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മള്. ബനികേത് അവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഈ ഹിൽ സ്റ്റേഷനുകളിലേക്കൊക്കെ പോകുമ്പം വലിയ ടൗണിൽ നിന്ന് ആദ്യം കാണുന്നിടത്ത് തന്നെ ഡീസലും പെട്രോളും ഒക്കെ ഫുള്ള് ചെയ്തുകൊണ്ട് പോകണം. ഡൽഹൌസിൽ പമ്പില്ല. പിന്നെ ഇവിടെ ഒരു പമ്പുണ്ട്. എല്ലാവരും ഭയങ്കര അടി. കൊള്ളാലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണോ? പ്രശ്നമാണോ? എല്ലാരും പോയി കിടന്നു. ഞാനും അച്ഛയും കൊച്ചായും ഉള്ളൂ. ചാച്ചയൊക്കെ മുമ്പിൽ വണ്ടിയിൽ പോവുകയും ചെയ്തു. ഡ്രൈവറും സെക്കൻഡ് കോ ഡ്രൈവറും കിളിയും ക്യാമറാമാനും. അതെ, അത് തന്നെയല്ല. നമ്മളിപ്പം മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിലോമീറ്റർ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സുഖമുണ്ട്. അത്ര നേരം ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തുറന്നത്. ഇവിടെ ട്രെയിലറും കയറി വരുന്നുണ്ടല്ലോ. രാത്രി കയറി പോയിട്ട് രാത്രി തന്നെ ഇറങ്ങി വരുന്നതായിരിക്കും. രാജസ്ഥാൻ വണ്ടിയാ. അപ്പോഴേ എല്ലാരും കൂടെ എന്തിനാ ഉറക്കളയ്ക്കുന്നേ? ഞാൻ പോയി കിടക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ഓടിയിട്ട് എവിടെയെങ്കിലും നല്ല പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളിടത്ത് നിർത്തിയിട്ട് കിടന്നുറങ്ങിക്കോ. രാത്രി ഇതേ ഒരു കൂട്ടം ആടുകൾ കൊറേ പേരുണ്ടല്ലോ. ഇവരെല്ലാരും ഭയങ്കരമായിട്ട് താമസിച്ചുപോയല്ലോ. അതിനെപ്പറ്റി ഇത്ര താമസിച്ചാന്നുള്ളതാണല്ലോ. മിക്കവാറുമേ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അതെ, കാവൽക്കാരനും ഉണ്ട്. നല്ല കോടയുണ്ടല്ലോ ഇങ്ങോട്ട്. അതെ. ചേച്ചി ഇപ്പൊ വിളിച്ചേ, അവരും ഭയങ്കര കോടയല്ലേ, ഒന്നും കാണത്തില്ലാന്നും വേണ്ട. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഇടയുള്ള നോക്കി ഒതുക്കിക്കോളാൻ പറഞ്ഞു. കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് പോവാം. അതെ, ഇപ്പൊ എല്ലാരും കിടന്നുറങ്ങി. ഞങ്ങളും ഒരു പമ്പിൽ കൊണ്ട് വണ്ടി ഒതുക്കി. കിടന്നൊരു ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് രാവിലെ പോവാം. അപ്പൊ ഇന്നലെ എത്ര മണിക്കാണ് ഇവിടെ നിർത്തിയേ? 1:30 ആയപ്പോൾ കൊണ്ട് നിർത്തിയതാണ്. 1:30 ആയപ്പോൾ ഇവിടെ ഒരു പമ്പിൽ നിർത്തി കിടന്നുറങ്ങിയത്. കുഞ്ഞിക്കിളിയൊക്കെ നല്ല ഉറക്കാതെ. ഡ്രൈവർ ക്യാബിലാണ് കുഞ്ഞിക്കിളീൻ്റെ ആവശ്യം കിടന്നത്. ബാക്കി വനിതാ ഡ്രൈവർമാരെ ആരെയും ഞങ്ങൾ വിളിച്ചില്ല.
ഇന്നിപ്പം പെട്രോൾ അടിച്ച് നമുക്കങ്ങ് വാങ്ങും. 1 മണിക്കൂറുടെ ഓടിയിട്ട് ബാക്കിയുള്ളവരെ വിളിക്കാം. കാപ്പ് കുടിക്കാൻ നേരം വിളിച്ചാൽ അതെ, എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. ജനറേറ്ററിനകത്ത് കുറച്ച് പെട്രോൾ അടിച്ചുകൊണ്ട് പോയേക്കാം. ജനറേറ്ററിനകത്ത് പെട്രോൾ തീർന്നിട്ട് പിന്നെ ഒരു 5 ലിറ്റർ ക്യാനിൽ മേടിച്ച് ഒഴിച്ചേ ഉള്ളൂ. അപ്പോഴേ ഒരു ഡ്രൈവർ പോരല്ലോ, 2 ഡ്രൈവർ വേണ്ടേ, മറ്റേ വണ്ടികൾ എടുക്കണ്ടേ. അതെ, ഒരു കാര്യം ഞാനെന്നാ ഇത് എടുത്തോളാം. അതെ, കുറെ നാളായില്ലേ വണ്ടി ഓടിച്ച്, എപ്പോഴും ഈ ക്യാമറ ആയിട്ട് നിൽക്കുകയല്ലേ, എന്നാൽ കുറച്ചൊന്ന് വണ്ടി ഓടിട്ട് മറന്നു പോയാലോ. അപ്പോൾ ഇത് ഞാൻ എടുത്തോളാം. അതെടുത്തോ. ആയിക്കോട്ടെ, ഞാനിത് എടുത്തോളാം. ഈ ലോക്ക് ചെയ്തേക്കാണോ? ആ, അപ്പോൾ നമ്മൾ ഹിമാചലൊക്കെ ഓടി തീർന്ന് പഞ്ചാബിലേക്ക് കയറിയായിരുന്നു. പക്ഷെ മലയിറങ്ങി തീർന്നില്ല, കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശകലം തണുപ്പിന് ശകലം കുറവുണ്ട്. പക്ഷേ നമ്മൾ ഈ മലയിറങ്ങി താഴെ ചെന്ന് കഴിയുമ്പം പിന്നെ മിക്കവാറും കഴിഞ്ഞ ദിവസത്തെ പോലെ മൂടൽമഞ്ഞായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ താഴേക്ക് നല്ല മൂടൽമഞ്ഞൊക്കെ കാണുന്നുണ്ട്. ഒരാഴ്ച പുറകെ സ്കോർപ്പിയോ കൊണ്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി മുത്തായിരുന്നു സ്കോർപ്പിയോ ഓടിച്ചേ. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പോകുമ്പം 2 വണ്ടി ഓടിക്കണം. പിന്നെ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ കാരവൻ കയറി പോകാത്തടത്തെല്ലാം നമുക്ക് അതേ പോവുകയും ചെയ്യാം. അങ്ങനൊരു ഗുണമുണ്ട്. കുറേ ദിവസം ആയതുകൊണ്ട് തണുപ്പ് എല്ലാവർക്കും മടുത്തു. അമ്മയാണ് ഏറ്റവും കൂടുതലും. അമ്മയ്ക്ക് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ ഹീറ്റർ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ കുറേ ആശ്വാസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാലും വീട്ടിൽ ചെന്നാൽ മതി എന്നാ അമ്മയ്ക്ക്. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ തണുപ്പിനൊരു ആശ്വാസമുണ്ട്. തണുപ്പ് കുറേ ദിവസം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ തൊട്ട് ഈ മൂടൽമഞ്ഞും തണുപ്പും അല്ലായിരുന്നോ. ഒരു മഹാരാഷ്ട്ര തൊട്ട് ഇങ്ങോട്ട് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ദിവസമായില്ലേ. ഇന്ന് 18ാമത്തെ ദിവസമാണ്. കുറച്ചുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിരപ്പ് വഴിയാവും. പഞ്ചാബാന്ന് പറഞ്ഞാലും നമ്മൾ പടാങ്കോട്ട് നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കുറേ ഹിൽസ് ഉണ്ടല്ലോ, ആ ഹിൽസിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എനിക്കൊന്നൊരു 10 കിലോമീറ്റർ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിരപ്പ് റോഡായി. മൊത്തം വളവും തിരിവുക, അതുകൊണ്ട് തന്നെ പതുക്കെ വണ്ടി ഓടിയെത്തുള്ളൂ, വലിയ വണ്ടി ആയതുകൊണ്ട്. ഇവിടെ ഒരു വലിയൊരു സ്കൂളുണ്ട്, ബദനി സ്കൂൾ. സ്കൂൾ 2 സൈഡും സ്കൂളിൻ്റെ സ്ഥലമാണ്. ഡൽഹൌസി പബ്ലിക് സ്കൂൾ. ഡൽഹൌസി പബ്ലിക് സ്കൂൾ ബദനി, ഇത് വലിയ സ്കൂളാണ്. നമ്മൾ അവിടെ കണ്ടതാണ്, നമ്മൾ കാജർ പോകുന്നേരം ഇപ്പോൾ കണ്ട ആ സ്കൂളാണ്. അതിൻ്റെ തന്നെ ഞാൻ തോന്നിയത്. കുറേ ഏരിയ ഉണ്ട് 2 സൈഡ്. ബദനിന്ന് ഈ സ്ഥലപ്പേരാണ് കേട്ടോ. ഞാൻ ഓർത്ത് നമ്മളവിടെ ബദനി സ്കൂൾ എന്നൊക്കെ പറഞ്ഞ സ്കൂളുണ്ടല്ലോ, അതായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ ഈ സ്ഥലപ്പേരാണ് ബദനിന്ന്. ഞാനിട്ടേക്കുന്ന ഈ കോട്ടയം, ഇത് നമ്മളാ മാൾ റോഡിൽ ചോദിച്ചപ്പം ഒരിടത്ത് 3300 ചില്ലാൻ രൂപ ഇതിൽ ഇട്ട് പ്രൈസ് ഇട്ടേക്കുക, അതാ റേറ്റ് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പറേ നമ്മുടെ ടിബറ്റൻ മാർക്കറ്റ് വന്നപ്പം വില ചോദിച്ചപ്പോൾ 1000 രൂപ. 1000 രൂപ പറഞ്ഞ് അവർ 800 രൂപയ്ക്ക് തന്നു. ഈ ടൂറിസ്റ്റ് പ്ലേസിൽ എവിടെ ചെന്നാലും നമ്മളിതുപോലെ എന്തെടുത്താലും ശരിക്കും ബാർഗൻ ചെയ്ത് മേടിക്കണം. ഞാൻ വലിയ ബാർഗൻ ചെയ്തൊന്നുമില്ല. 1000 രൂപ അവർ പറഞ്ഞു, എത്ര രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് ചോദിച്ചു. ലാസ്റ്റ് 800 രൂപയ്ക്ക് തരാമെന്ന്. 3300 രൂപ വില ഇട്ട് വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ടിബറ്റൻ മാർക്കറ്റിൽ 3300 അവർ 1000 പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മൾ ആ മാൾ റോഡിൽ പോയി നോക്കിയപ്പം അവിടെ 3300 രൂപ വില ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ മലയെല്ലാം ഇറങ്ങി താഴെ എത്തി. കുറച്ച് ദൂരോടെ ഉള്ളൂ, കഴിയുമ്പം സമതലത്തിലെത്തും, നിരപ്പ് സ്ഥലത്തെത്തും. അപ്പോൾ ഇത് ഇവിടെ ഒതുക്കി നിർത്തി. രാവിലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ രാവിലെ എന്താ ഇന്ന്? രാവിലെ മധുരക്കിഴങ്ങ്. ഇവിടെ തൊട്ടപ്പുറം ഒരു പച്ചക്കറി കടയുണ്ട്. കണ്ട് ആ, അപ്പം വേണം ചോറൊക്കെ വെച്ചിട്ട് പോവാം. പിന്നെ വെളിയിലോട്ട് ഇറങ്ങാനൊന്നും വലിയ കൊള്ളത്തില്ല, പരിസരമൊക്കെ ഇച്ചിരി മോശമാണ്. അപ്പം ചോറൊക്കെ വെച്ച് ഞങ്ങളിന്ന് അടിപൊളിയായിട്ട് കുറച്ച് കറിയൊക്കെ വെക്കട്ടെ. വെച്ചിട്ട് കഴിച്ചിട്ട് അങ്ങ് പോവാം. ഇന്ന് വെജ് താലിയാട്ടോ ഉച്ചയ്ക്ക്. ആയിക്കോട്ടെ. എന്നാക്കെ? മെഴുക്ക് വരട്ടി, ദാൽ പാലക്ക്, അവിയൽ. അവിയൽ ആരെങ്കിലും ഒക്കെ കേൾക്കണം. കടയിൽ പോയി ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കണം. ആണോ? പറഞ്ഞ എല്ലാ സാധനവും ഒന്നും കിട്ടുകയില്ല, കുറച്ച് സാധനമൊക്കെ കിട്ടും. കുറച്ച് സാധനങ്ങൾ കിട്ടും, കിട്ടുന്ന മേടിക്കാം. ഫ്രഷ് പച്ചക്കറി വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. ക്യാരറ്റൊക്കെ നല്ല ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ പച്ചമുളക് ഉണ്ടോ? എന്നാ വലിയ മുളകാന്ന് നോക്കി. ഇത് മറ്റേ പച്ചമുളകല്ല, മറ്റേ ക്യാപ്സിക്കോ അല്ല, അത് അതിന്റെ അല്ല, മറ്റേ മുളക് ബജിയൊക്കെ ഉണ്ടാക്കിയല്ലേ അതിന്റെ ആ സാധനം. മുളകാണോ? ക്യാപ്സിക്കോ. ഇതാ
ഇത് ചേമ്പാണോ? അല്ല പിന്നെ എന്നാ ഇത്? അതെ മറ്റേ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങൊന്നും അല്ല, മധുരക്കിഴങ്ങ് ഇതായിരിക്കും, അത് ചേമ്പാ. ചേമ്പിന്റെ വർഗത്തിൽപ്പെട്ട എന്തോ അല്ലെന്നേ. അതന്നെ നാണം തോന്നുന്നു കണ്ടിട്ട്. അതന്നെ. അതെ എല്ലാം ഒന്നും കിട്ടിയില്ല, കുറച്ച് സാധനങ്ങൾ കിട്ടിയില്ല. ഉള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതെ എന്തൊക്കെ വേണോന്ന് അറിഞ്ഞാലേ ഉള്ള സാധനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റുള്ളൂ. കടക്കാരൻ മുട്ട തിരിഞ്ഞോണ്ട് വന്നു, മുട്ട പൈസ കൊടുത്തിട്ട് പോന്നു, എടുത്തില്ല. വെള്ളിയാക്കിയാലും തിരിഞ്ഞ് ഇവിടെ കൊണ്ടുതന്ന്. ചീനിക്കിഴങ്ങിനെ ഒട്ടും മധുരമില്ല. ആ റോസ് കളറുള്ള ചീനിക്കിഴങ്ങിനാ മധുരം കൂടുതലുണ്ട്. അപ്പോഴേ അരി കഴുകിയിടാൻ പോവാ. ആയിക്കോട്ടെ. ബീൻസ് അരിയാൻ തുടങ്ങി. ബീൻസ് മെഴുക്കുവരട്ടി വെക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴേ വണ്ടിക്കകത്ത് നിന്നിട്ട് ചൂടായി, വെയിൽ തെളിഞ്ഞപ്പോഴത്തേന് തണുപ്പ് കുറഞ്ഞു. അപ്പോഴേ നമുക്ക് ആദ്യം മെഴുക്കുവരട്ടി വെക്കാം. ബീൻസ് മെഴുക്കുവരട്ടി. അച്ഛമ്മ ബീൻസൊക്കെ രാവിലെ അരിഞ്ഞു തന്നു. അച്ഛമ്മ കയ്യില് ചീപ്പൊക്കെ പിടിച്ചേക്കുന്നത്. അച്ഛമ്മ ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ടേ വെളിയിലോട്ട് ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുക. കടുകിട്ട് തുള്ളി മഞ്ഞപ്പൊടി, ലേശം മുളക് പൊടി ഇടാം. പിന്നെ കറിവേപ്പിലയും ബീൻസും പച്ചമുളകും സവോളയും കൂടെ അരിഞ്ഞത്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കേ അവിയൽ വെക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ അതെ പച്ചക്കറിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവിയലിനല്ല കേട്ടോ, ഇത് പാലക്കും ദാലും കൂടെ നമുക്ക് വെക്കാം. ഇന്ന് കുറേ ഫുഡുണ്ടോ? ഇന്ന് കുറച്ച് ഫുഡുണ്ട്. ഇത് എന്നൊക്കെ സാധനം നോക്കിയാൽ ഉള്ള പച്ചക്കറിയൊക്കെ ഉള്ളിത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പളങ്ങ, ഇത് മത്തങ്ങ, ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, പിന്നെ ഇതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയ്ക്ക. ഇത്രേ സാധനമേ ഉള്ളൂ. അതെ അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നല്ല ഉരുളക്കിഴങ്ങാണ് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പാലക്കിൻ്റെ ഇലയും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇലയൊക്കെ ഒന്ന് പഴുക്കാൻ തുടങ്ങി. ചിലതൊക്കെ ഇതുള്ളൂ, ചെറുതായിട്ട് അതൊക്കെ മാറ്റി വെച്ചു. ബീൻസ് മെഴുക്കുവരട്ടി റെഡിയായി. ദാൽപ്പാലൊക്കെ വെക്കാനുള്ള ചെറുപയർ പരിപ്പ് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അവിയലിന് കുറച്ച് ചുമന്നുള്ളിയും കൂടെ വേണം, ചെറിയ ഉള്ളി. അപ്പോൾ അച്ഛമ്മ ഇതേ ഉള്ളി പൊളിക്കുന്നു. ഇന്നത്തെ അവിയൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല, എന്നാ വെച്ചാൽ കഷ്ണങ്ങളൊക്കെ വളരെ കുറവാണ്. തോന്നിയതായിരിക്കും അച്ഛമ്മ, തോന്നിയതായിരിക്കും. നല്ല ചേമ്പ് വേണമായിരുന്നു. എന്നതാ സാധനം പറയുന്നു പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞപ്പം പറഞ്ഞതിന്റെ പകുതി സാധനം കൊണ്ടുവന്നു കടയിലില്ല, പിന്നെ എങ്ങനെ കൊണ്ടിരുന്നേ. ഇച്ചിരി ചേന വേണം, ചേനയും ഇച്ചിരി ചേമ്പും പിന്നെ മുരിങ്ങക്കോലും. അവിയലിന് മെയിനുള്ള സാധനമാണല്ലോ മുരിങ്ങക്കോല്. കുറച്ച് കോവയ്ക്കാൻ വേണം. ഇതെന്നാ ബീൻസ് അങ്ങനെ ഉണ്ടെന്ന് വെച്ചേക്കുന്നത്? അത് അച്ഛമ്മയോട് ഞാൻ മെഴുക്കുവരട്ടിക്ക് അരിയാൻ കൊടുത്തപ്പോൾ പറഞ്ഞ് അരിയാതെ കുറച്ച് വെച്ചേക്കണമെന്ന്. അച്ഛമ്മ മൊത്തം അരിഞ്ഞു, അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് വാരിയെടുത്ത് വെച്ചു. കഞ്ഞി റെഡിയായി കേട്ടോ. ആർക്കെങ്കിലും കഞ്ഞിയായിട്ട് വേണോ ചോറായിട്ട് വേണോ? അവിയലുള്ളതുകൊണ്ട് ആർക്കെങ്കിലും ചോറ് വേണോ? ശരി, അവിയലുള്ളതുകൊണ്ട് എനിക്ക് ചോറ് വേണം, പക്ഷെ വൈകുന്നേരം കഞ്ഞി വേണം. അപ്പോൾ അതേ കഞ്ഞി നമ്മൾ ചോറാക്കുവാണ്. അപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ റെഡിയാക്കി വാങ്ങി വെച്ച് ചോറും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അവിയൽ വെക്കാം. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം ഇതേ പച്ചമുളകും എല്ലാം ഇട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ലേശം മഞ്ഞൾ പൊടി, മുളക് പൊടി ചേർത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉരുക്കിയോ? വെളിച്ചെണ്ണയൊക്കെ ഉരുകി. അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ വേകാനായിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പച്ചക്കറിക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. പിന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇടാനുണ്ട്, മറന്നുപോയി. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെക്കാം, നല്ലപോലെ ആവിയൊക്കെ വരട്ടെ. പിന്നെ നമുക്ക് അവിയലിനുള്ള തേങ്ങ ഉടയ്ക്കാം. സ്ട്രോങ് തേങ്ങയാണല്ലോ ഇത്. തേങ്ങ വെള്ളം കളഞ്ഞൊന്നുമില്ല. ഉടയ്ക്കുമ്പോൾ ശകലം തേങ്ങ വെള്ളമൊക്കെ പോവും. മുത്ത് പാലക്കരിയുന്നു, പൊന്നുക്കുട്ടി ഇവിടെ തേങ്ങ ചിരണ്ടുന്നു. വേഗം ആയിക്കോട്ടെ കേട്ടോ,
പെട്ടെന്ന് തന്നെ തരാം. മിക്സിക്കകത്തിട്ട് അടിച്ചാ പോരെ, വലിയ കഷ്ടാണ്. കൂളിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചാ പോരെ. അത് മതിയായിരുന്നു. അപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോഴേ ഉപ്പൊക്കെ നല്ലപോലെ ഒന്നുകൂടെ പിടിക്കട്ടെ. വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ ആവിക്ക് ഇരുന്ന് ശകലം വെന്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അവിയലിനുള്ളത് അരച്ചെടുക്കാം. അരപ്പ് ഇപ്പോൾ തേങ്ങയും ലേശം ജീരകവും പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഇത്രയും മതി. പച്ചമുളകൊക്കെ പിന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അതരയ്ക്കണ്ട. ലേശം മഞ്ഞൾ പൊടി, ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അരയ്ക്കും. ഇതെന്തിനുള്ള അവിയലിനോ? അവിയലിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി, നല്ലപോലെ അരയണ്ട. നമുക്കത് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി സെറ്റായി. ഇനി നമുക്ക് അരപ്പിടാം. അപ്പോൾ അതേ അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അരപ്പൊന്ന് വേകണം. അപ്പോൾ അത് മൂടി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും കടുവും കൂടെ ചതച്ചെടുക്കും. അതെന്തിനാ? അതൊക്കെ അവിയലിന് വേണം. അവിയലിന് അതും വേണം. ലാസ്റ്റ് ഇടുന്ന സാധനങ്ങളല്ലേ ചുമ. ഓരോ സ്ഥലത്തും അവിയൽ വെക്കുന്ന ഓരോ സ്റ്റൈലിലാണ്. ഇത് നമ്മുടെ സ്റ്റൈല്. നല്ല അവിയലിൻ്റെ മണം. മൊത്തം അവിയൽ നല്ല കുഴഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം അവിയൽ. നല്ല കുഴയാന്നിരിക്കണം. ഈ അവിയലിൽ കഷ്ണം സെപ്പറേറ്റ് എടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇനി നമുക്ക് ചുവന്നുള്ളിയും കടുകും കറിവേപ്പിലയും കൂടെ ചതച്ചിടാം. ഇതിട്ടിട്ട് ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. തീയൊക്കെ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ഇളക്കിയാൽ നമുക്കങ്ങ് വാങ്ങാം. അപ്പോൾ നമുക്കിനി ദാൽപ്പാലൊക്കെ വെക്കാം. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായി. ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. കടുക്, കുറച്ച് ജീരകം, ഇത്തിരി വെളുത്തുള്ളി, വറ്റൽമുളക്, ലേശം കറിവേപ്പില, അതേക്ക് 3-4 പച്ചമുളക് കീറിയതും ഒരു സവോള കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ദാൽപ്പാലക്കിനകത്ത് വേണം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനധികം പൊടികളൊന്നും വേണ്ട. ശകലം മഞ്ഞപ്പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ ലേശം മല്ലിപ്പൊടി, ഇച്ചിരി കായപ്പൊടി, കായം, ശകലം മുളക് പൊടി. ഇതെല്ലാം കൂടെ നല്ലപോലെ മൂപ്പിക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ പരിപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇതൊരു തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒതുങ്ങി കഴിയുമ്പം കുറച്ചേ ഉള്ളൂ. ഇല പെട്ടെന്ന് കുഞ്ഞായിപ്പോയി. അതെ, പാലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പൊക്കെ ഇതുണ്ടോ വെന്ത് നല്ല റെഡിയായിട്ടിരിക്കുക. ഇത്രയുള്ളോ? അതല്ല, ഇതിനകത്ത് ശകലം വെള്ളവും കൂടെ ഒഴിക്കണം. അത് ഉറുകിയല്ലേ ഇരിക്കുന്നത്. അത് ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. തിളക്കാൻ ഇനി ദാൽപ്പാലൊക്കെയാണ് ദാൽത്തടുക്കൊക്കെ കേട്ടോ. പാലക്കും തടിക്കും എല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം ആദ്യമേ ചോറുണ്ടോ, നമ്മളെ ഉള്ളു കഴിക്കാനായിട്ട്. ഇന്ന് കാര്യമായിട്ടാണല്ലോ. ഇത് കാര്യമായിട്ടാ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കട്ടെ. ബുദ്ധിമുട്ടില്ല. അവിയൽ, ദാൽപ്പാലക്ക്, ബീൻസ് മെഴുക്കുവരട്ടി, കണ്ണിമാങ്ങ അച്ചാർ. ഇത് കൂടുതൽ എന്ത് വേണം? പപ്പടം കൂടെ ആവാമായിരുന്നു. പപ്പടോ ബുദ്ധിമുട്ടാകുമോ? അതെ, ബുദ്ധിമുട്ടാവുകയില്ലേന്ന് ഓർത്തിട്ടാണ് പപ്പടം കാച്ചാഞ്ഞത്. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫുഡും ഒക്കെ കഴിച്ച് റെഡിയായി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിട്ടേക്കാം, രാജസ്ഥാനിലേക്ക്. ഒത്തിരി സമയം പോയി. അതങ്ങനെയല്ല, എത്രയും പേര് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് സമയം പോകും. അപ്പം രാജേഷും പൊന്നും ദാമിക്കുട്ടിയും കൂടെ സ്കോർപ്പിയോയിൽ കയറി. മുന്നെല്ലാം വണ്ടി നിർത്തിയേക്കുക. അതുകൊണ്ട് റിവേഴ്സ് എടുത്ത് വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോണെങ്കിൽ. പോട്ടെ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മെയിൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ദാമിക്കുട്ടി എപ്പോഴും എൻ്റെ കൂടെ അല്ലേ? ഈ പ്രാവശ്യമേ കിച്ചണിലെ ജോലിയും ദാമിക്കുട്ടിയെ നോട്ടമായിരുന്നു എൻ്റെ മെയിൻ പണി. അതുകൊണ്ട് തന്നെ
വണ്ടി അധികം ഓടിച്ചില്ല. അതെ 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 66േക്കാട്ടിലും അടുക്കളപ്പണി ഇതേ കൂടുതലാ. എന്ന് പറഞ്ഞാൽ 66 2 3 പേരേ ഉള്ളൂ. ആ ഇതിലിപ്പോ 8 പേരില്ലേ. ഞങ്ങളൊക്കെ സഹായിക്കുന്നില്ല അടുക്കള പണിക്ക്. ഉണ്ട് സഹായിക്കുന്നൊക്കെ ഉണ്ട് എങ്കിലും അല്ലേ. എങ്കിലും അതെ ദാമക്കുട്ടിയാണെങ്കിൽ എങ്ങോട്ടേലും പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് താഴത്തില്ല. പിന്നെ ഇപ്പൊ അച്ഛൻ വന്നപ്പോ ഇച്ചിരി ആശ്വാസമുണ്ട്. നമ്മളെ അങ്ങോട്ട് പോയതിനെക്കാട്ടിലും ഇച്ചിരി മഞ്ഞ് കുറവുണ്ട്, മൂടൽ മഞ്ഞ് കുറവുണ്ട്. എങ്കിലും അന്തരീക്ഷം എല്ലാം ഒരു പൊടിമയോ അല്ലേ. ആ രാവിലെയാ മഞ്ഞ് കൂടുതലും തോന്നുന്നു, കോടമഞ്ഞ് കൂടുതലും. 110 കിലോമീറ്റർ പോയ ജമ്മുവാ, അത്രയ്ക്ക് അടുത്താണ് കാശ്മീരുമായിട്ട്. പോയാലോന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു എങ്ങനെയാലും വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. തണുപ്പ് നമ്മളല്ലെങ്കിൽ ഹിമാചൽ കുറച്ച് ഏരിയ കൂടെ കറങ്ങണമെന്ന് ഓർത്തല്ലേ വന്നത്. പക്ഷെ അമ്മയ്ക്ക് തണുപ്പ് മടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ട്രിപ്പ് വെട്ടിച്ചുരുക്കിയേ. കാറ് കയറ്റുന്നുണ്ടോ ലോറിയിൽ, കാർ ഗാഡിയാ, ട്രാക്ടറിലെ ലോഡ് ഉണ്ടാവും, മണല. ഇപ്പൊ ഇങ്ങോട്ട് ഇപ്പോഴേ കഴിഞ്ഞ ദിവസത്തെ അത്ര തണുപ്പില്ല, തണുപ്പ് കുറഞ്ഞു. പാലുകാരൻ പോകുന്നുണ്ട്, ദൂതുവാല. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോവേ. ബൈക്ക് റൈഡേഴ്സ് ഉണ്ടോ, എല്ലാം പഞ്ചാബുകാരാ കേട്ടോ, പഞ്ചാബ് വണ്ടിയാ. കാശ്മീരും ലഡാക്കൊക്കെ പോകുന്നവരായിരിക്കും. ചിലപ്പോ സ്നോഫോൾ ആസ്വദിക്കാൻ പോകുന്നവരായിരിക്കാം. മഞ്ഞുകാലം ആയാൽ പിന്നെ പകല് കുറവാ. 5:30 ആകുമ്പോഴത്തേനും ഇരുട്ടും. സ്റ്റാലിയൻ വരുന്നു, യോദ്ധാവ്. ഇതെവിടുത്തെ ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇഷ്ടം പോലെ കടകളെല്ലാം ഉണ്ടല്ലോ. ഇന്നലെ ടൗണാ ഇത്, പത്താങ്കോട്ട്. കരിക്കൊക്കെ ഇരിക്കുന്നു. അതൊക്കെ വാടിയ കരിക്ക് പോലെ ഇരിക്കുന്നു. കരിക്ക് മാത്രമേ വാടിയാണുള്ളൂ, പക്ഷെ പച്ചക്കറി എല്ലാം നല്ല കേട്ടോ. പച്ചക്കറി നല്ല. ഇനി ഇവിടെ ഇഷ്ടം പോലെ പച്ചക്കറികൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല പരവതാനികള്. ഐ ലവ് പത്താൻകോട്ട്. നല്ല തിരക്കാ കേട്ടോ. നമുക്ക് അതിലെ വേണേലും പോയായിരുന്നു. ഞാനോർത്ത് പിന്നെ ഈ ടൗണിൽ കൂടെ കയറി അങ്ങ് പോകാന്ന് ഓർത്ത് അതിലെ പോകാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസം നമ്മള് പിന്നെ പഞ്ചാബില് എത്ര 25-ാം തീയതി തൊട്ട് എത്ര വരെ? 29-ാം തീയതി വരെ ലങ്കർ. ലങ്കർ ചായയും സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ വഴി കാണുന്ന പല കാര്യങ്ങളുമാണ് നമ്മളതേക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ ചാനലിൽ നമ്മൾ സാധാരണ പറയാറുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം ഒരുപാട് പേരത് തെറ്റിദ്ധരിച്ച് അത് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ഒക്കെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചു. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മൾ ഇത് ഇവിടെ ഇത്രയും ദിവസം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് ഈ റോഡ് സൈഡിൽ കണ്ടമാനം കാണാം, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 1.5 കിലോമീറ്റർ ഇടപെട്ട് ഇതുപോലുണ്ട്. അപ്പൊ ആ കണ്ട കാര്യം നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതെ, അതിലിപ്പോ അങ്ങനെ രാഷ്ട്രീയമോ മതമോ അങ്ങനെയൊന്നും കാണേണ്ട ഒരു കാര്യമില്ല. നമുക്കൊട്ട് അങ്ങനെ ഇല്ലതാനും. അതെ, ഇത് പത്താൻകോട്ട് ടൗണാ. നമ്മൾ 1/2 കിലോമീറ്റർ പോലും ആയില്ല, അടുത്ത സ്ഥലം ഇതുപോലെ തന്നെ. ഇത് നമ്മൾ ഈ ഇങ്ങനെ വഴിയിൽ ഹൈവേയിൽ പോകുമ്പോഴും എല്ലായിടത്തും കാണാം ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ ബൈക്ക് പിക്കപ്പ് കണ്ടോ. ഈ ലങ്കർ അല്ലാത്ത സമയങ്ങളിലും കാണാം, വേനൽ സമയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗുരുദ്വാരകളിലുണ്ട്. ഡിസംബറിലുള്ളത് ഈ പഴയ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. ഡിസംബറിലെ ആ 7 ദിവസം ഇതുണ്ടോ പടുതയും കോട്ടുകളും ഇതെല്ലാം ആർമി കിട്ടുന്നതിൻ്റെ ആർമിക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കിട്ടും. എന്ത് കടകളാന്ന് നോക്കിയാൽ ശരി. ഇവിടെ സന്ധ്യയായപ്പോഴത്തേനും എന്നാ തിരക്കല്ലേ. മഹാറാണ പ്രതാപ് ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ പത്താൻകോട്ട്. മഹാറാണ പ്രതാപ് സിംഗിൻ്റെ സ്റ്റാച്ചു ഇത്. ഈ വണ്ടി കണ്ടോ, ഇത് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് ഈ പഞ്ചാബിലും ഗുജറാത്തിലും ഈ വണ്ടി ഇഷ്ടം പോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് ട്രിപ്പ് വയ്ക്കുന്ന വണ്ടികളാണ്. ജീപ്പിൻ്റെ ടയറിൻ്റെ അത്രയും വലുപ്പമുണ്ട് ടയറിന്. ഈ വണ്ടി ബജാജിൻ്റെ വണ്ടിയാണ്. ഇപ്പം നിർത്തി, ഇപ്പം ഇല്ലത്, പുതിയതില്ല. 1 ലിറ്ററിന് 25 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവരൊരു 15 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഷട്ടിൽ വയ്ക്കുന്ന വണ്ടിയാണ്. എന്നില്ലേ പൊറോട്ടൊക്കെ ഡോറൊക്കെ തുറന്ന് വെച്ച് ചെയിനിട്ടേക്കുക, അതല്ലെങ്കിൽ ആൾക്കാർ കയറിയിരിക്കും. കണ്ടില്ലേ ഒരു വണ്ടിയല്ല, ആൾക്കാർ കയറിയിരിപ്പുണ്ട്. അത് ആൾ നിറയുമ്പോൾ ആ വണ്ടി പോകും. അപ്പോൾ അടുത്ത ടേൺ ഈ വണ്ടിയുടെയാണ്. ഗുജറാത്തിലും ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഈ വണ്ടികൾ. നിരപ്പ് വഴിക്കൊക്കെ പറ്റുള്ളൂ. ഇത് ലോഡൊന്നും ഒടുക്കി പിടിക്കുകയില്ലായിരിക്കും, കയറ്റമൊന്നും പറ്റുകയില്ല. കമ്പിളികൾ നോക്കിയാൽ എത്ര ടൈപ്പ് കമ്പിളികളാണ്. ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. ഉണ്ടോ ഇപ്പോൾ അവിടെ ഞാൻ കണ്ട വണ്ടിയാണ്, അത് ആൾ നിറഞ്ഞു പോവാ. ഞാനോർത്ത് നിങ്ങൾ അങ്ങ് പോയി കാണുമെന്ന്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സ്പേസ് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് നിർത്തി. മൂടൽ മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, നല്ല മൂടലായി. പെട്ടെന്ന് പുക കൂടിയോ?
അവിടെ എവിടെയെങ്കിലും തീ കത്തിക്കും. ഇവിടെ പുകയാന്ന് തോന്നുന്നത്, തീ കത്തിക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ആന്ന് തോന്നുന്നു. ഇതിവിടെ എങ്ങാണ്ട് തീ കത്തിക്കുന്നതാന്ന് തോന്നുന്നത്. ആ മുകളിലേക്ക് ആകാശം നല്ല ക്ലിയർ ആണ് തന്നെ. ഇതൊരു ക്ഷേത്രം ഇവിടുത്തെ. അപ്പോൾ നമ്മൾ നേരെ അമൃത്സർ റൂട്ടിലാണ് പോകുന്നത്. അമൃത്സർ 113 കിലോമീറ്റർ. അപ്പോൾ അമൃത്സറിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് കപ്പയാണോ അതോ ചീനിക്കിഴങ്ങ് പൊഴിയുന്നത് ഇതല്ലേ? ചുടുന്ന വേണേ മേടിക്കാം. നല്ല മധുരമുള്ള അത്. അച്ഛമ്മ കഴിച്ചിട്ട് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, മധുരമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം നല്ല മധുരമായിരുന്നു. അത് പുഴുങ്ങിയതല്ല ആയിരുന്നോ? ചുട്ടതാ? ചുടുന്നല്ല ഏട്ടാ അത്. അവരത് വീട്ടിൽ നിന്ന് പുഴുങ്ങിക്കൊണ്ട് വരുന്നാന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഈ ചുമ്മാ ഒന്നുകൂടെ ചൂടാക്കി തരുന്നേ ഉള്ളൂ. കനല വെച്ച് ചൂടാക്കുന്ന പിന്നെ കനലല്ല, ചുമ്മാ വിറക് തന്നെ കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ ആ ഒരു ഗ്രില്ല് ചെയ്യുന്ന സാധനം വെച്ചിട്ട് അതിന്റെ മണ്ട വെച്ച് ചൂടാക്കി തരുക. ഇവിടെ തണുപ്പല്ലേ. താങ്ക്സ് വിസിറ്റ് അഗൈൻ മുനിസിപ്പൽ കോർപ്പറേഷൻ പത്താൻകോട്ട്. ജമ്മു ശ്രീനഗറൊക്കെ അടുത്താ. അമ്മ പറഞ്ഞോണ്ടാ പോവാത്തെ. അതെ, അല്ലേ ഇപ്പൊ നേരെ വണ്ടി അങ്ങോട്ട് തിരിച്ചേ. കുഞ്ഞിക്കളെ ഇത് കണ്ടോ, ആർമിയുടെ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ടോ? ദേ പുകയൊന്നും അല്ല, മൂടൽ മഞ്ഞാ. ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു. ആ ഹിമാചലൊക്കെ കഴിഞ്ഞ് പഞ്ചാബിൽ കയറിയപ്പോ നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഹിമാചലിലേക്കൊന്നും മൂടൽമഞ്ഞില്ല. ഇല്ല, അങ്ങോട്ടില്ല. ലെഫ്റ്റിലേക്ക് അമൃത്സർ, റൈറ്റിലേക്ക് ജമ്മു. കനാലിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ? കനാലോ ഇത്? പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ, അവിടെ നല്ല മധുരക്കിഴങ്ങ് കിടപ്പുണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണ്ടേ, റൈറ്റിലേക്ക് ജമ്മു. അപ്പൊ അതെ, നമ്മൾ അവിടുന്ന് വന്ന് ഹൈവേ കയറി. മുത്തേ ഇത് കണ്ടപ്പോ പറയാ റബ്ബർ ഷീറ്റാന്ന്. ഞാൻ അകലേന്ന് കണ്ടപ്പോ ഓർത്തെ ഷീറ്റും കൊണ്ട് പോന്നായിരിക്കുന്നു. ഇവിടെ റബ്ബർ ഇല്ല. അത് ഞാൻ ഓർത്തെ ഇവിടെ എങ്ങനെയാ റബ്ബർ ഷീറ്റ് വരുന്നത് അല്ലേ? മഞ്ഞ ഇറങ്ങി നല്ല പോലെ. ഈ പഞ്ചാബ് മൊത്തം ഇതുപോലെ ആയിരിക്കും. പിന്നെ രാജസ്ഥാനിലേക്ക് കയറുമ്പോ ചിലപ്പം മഞ്ഞിന്റെ കാഠിന്യം കുറവായിരിക്കും തോന്നുന്നു. വലിയ വ്യത്യാസമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് എന്നാലേ അറിയത്തില്ല. നാള് കിന്നുമൊക്കെ കയറ്റിക്കൊണ്ട് മഞ്ഞായിരുന്നു. അതെ, നോക്കിയാ മഞ്ഞാ നല്ലേ. ഇത് മഞ്ഞുമലയിലോട്ടൊന്നുമല്ലേ, നമ്മളിനി നിരപ്പ് സ്ഥലത്തൂടെ മാത്രമേ പോകുന്നുള്ളൂ. മഞ്ഞുമല ഇന്നലെ കാണിച്ചു തന്നില്ലേ അവിടുന്ന്? പോയപ്പോ എടുത്തല്ലേ? ഈ ട്രിപ്പ് മഞ്ഞ് കയ്യിലെടുക്കാൻ പറ്റുകയില്ല. അതിനെന്തറിയോ, മഞ്ഞ് വീഴ്ച തുടങ്ങിയില്ല. അങ്ങ് ജാനുവരി ഹാഫ് കഴിയണം. അവിടെ അവര് പറഞ്ഞൊരു ജാനുവരി പകുതി കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് മൊത്തം മഞ്ഞാവുള്ളൂ. ഇപ്പഴേ ഗുൽമർഗിലൊക്കെ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അവിടെയൊക്കെ തുടങ്ങി. നല്ല ഹൈറ്റിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ, മഞ്ഞ് വീഴ്ച തുടങ്ങിയുള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കാശ്മീർ വന്നപ്പോഴേ ആ മഞ്ഞത്തൂടെ ആ കുതിരവണ്ടി ഇതിലെ പോയത് ഓർക്കുന്നുണ്ടോ? അമൃത്സർ വെച്ച് ഭയങ്കര രസമല്ലായിരുന്നു? അതെ അതെ, ആ കുതിരക്കൊളമ്പടിയുടെ സൗണ്ടും നല്ല രസമായിരുന്നു കാണാൻ. അതെ. ഇവിടെ എത്ര രൂപയായിരുന്നു ടോള് നോക്കിയോ? അവിടെ 140 ആയിരുന്നു തോന്നുന്നു. സ്കോർപിയോയ്ക്ക് പിന്നെ ആനുവൽ പാസ് എടുത്തേക്കാം 3000 രൂപയുടെ. 200 ഫാസ്റ്റാഗുകൾ കവർ ചെയ്യാം. പക്ഷെ അത് കാറിന് മാത്രമേ ഉള്ളൂ, നമുക്കില്ല. ഈ വണ്ടിക്ക് പോലും ഇല്ല. ഈ വണ്ടിക്കും ഇല്ല, ലോറിക്കും ഇല്ല. ലോറിക്ക് വല്ലോ അത് വല്ലോ നടക്കുന്ന അങ്ങനെ ചിലര് ഇന്നാള് മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു. ഇല്ല, അത് ഏതെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനല്ല, അത് ശ്രദ്ധിക്കണം. അതിനകത്ത് എല്ലാം എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഏതാ ഒരു ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇത് ഇപ്പം കാറിന് മാത്രമേ ഉള്ളെന്ന് ഇത് അന്വേഷിച്ച് പിടിച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. വാർത്ത വരുമ്പോ തന്നെ ആനുവൽ പാസ് 3000 രൂപയ്ക്ക് 200 ടോള്. ഏത് വണ്ടിക്കാന്ന് പറയുന്നില്ല, കാറിന് മാത്രം. ഈ വേറെ ഇത് പറയാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഇതിനകത്ത് പോലും LMBക്ക് പോലും അത് ഉൾപ്പെടുകയില്ല, അതിൽ പോലും വരികയില്ല. അമൃത്സറിന് ഒരു 100 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി. പക്ഷേ അമൃത്സർ ഗോൾഡൻ ടെമ്പിളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ ഒന്ന് പോയി കാണാമായിരുന്നു. ഈ ട്രാക്ടറിൻ്റെയൊക്കെ ട്രെയിലറിൻ്റെ വലിപ്പം ഉണ്ടാവും, ഭയങ്കര വീതിയാണ്. ഡബിൾ ടയറുമാണ് ബാക്കിൽ, നല്ല ലോഡ് കയറ്റും. ചുടുകട്ട ഉണ്ടോ? എത്ര ടണ്ണായിരിക്കും ഇത്? ചുടുകട്ടയല്ല, പച്ചക്കട്ടയാ. ചുടാൻ കൊണ്ടുപോയിരിക്കും. വെള്ളം കൊണ്ട് വരുന്നു. ഏക്കേല് ഇവിടെ നിർത്തിയോണ്ട് വെള്ളം നിറയ്ക്കും. എന്നില്ല, ഇത് സോക്സ് ഇടിച്ചിട്ട് വേണം. ഇത് വല്ല മണൽത്തരിയൊക്കെ ഉണ്ടെങ്കിലേ കയറി നമ്മുടെ പൈപ്പെല്ലാം ബ്ലോക്ക് ആവും. ഇത് കീറിപ്പോയോ? അപ്പോൾ ഇവിടുന്ന് ഡ്രൈവർ മാറി, മുത്ത് കയറി. മൂടൽമഞ്ഞുണ്ട് ഒരുവിധം. രാത്രിക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അങ്ങനെയൊന്നും അറിയത്തില്ല. ഹൈവേ കൂടെ വണ്ടികളൊക്കെ പറന്നു പോന്നു. ഇങ്ങോട്ടേക്കാലും തണുപ്പ് കുറവാണ്. അതെ, തണുപ്പിന് കട്ടി കുറവുണ്ട്, ഇച്ചിരി കാഠിന്യം ഇച്ചിരി കുറവുണ്ടല്ലേ? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എന്താ തണുപ്പായിരുന്നു. ഇങ്ങനെയുള്ള വണ്ടികൾ ശ്രദ്ധിക്കണം. ഇതുണ്ട്, കാണത്ത് പോലും ഇല്ല. എന്നിട്ട് ആ സ്പീഡ് ട്രാക്കിൽ കൂടെ പോകത്തുള്ളൂ, ആ സൈഡിൽ കൂടെ പോകത്തുള്ളൂ. കരിമ്പ്.
ഏയ് അത് അടുത്തത് അതിന് പിന്നെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില സമയത്ത് കാണത്തില്ല അതൊന്നും. ആ ടിപ്പറെല്ലാം ലോഡ് കണ്ടോ എന്നാ പൊക്കത്തിലാ കയറ്റിയേക്കുന്നെന്ന്. പൊക്കം കൂട്ടിയേക്കുന്നല്ലേ അത്? പൊക്കം കൂട്ടിയേക്കുന്ന മെറ്റിലോ മണലോ എന്തോ. 10 വീല് ടിപ്പറാ, 10 വീല് കണ്ടോ. ഈ ട്രാക്ടറിന്റെ നീളം കണ്ടോ? ഇത് 2 ട്രാക്ടറിന്റെ നീളം ഉണ്ടല്ലോ. ഒരു ബസിന്റെ നീളം ഉണ്ട്. ഒരു ലൈറ്റ് പുറകോട്ടും വെച്ചിട്ടുണ്ട് നോക്കിയേ. ലെഫ്റ്റിൽ കൂടെ 2 ഇത് പോകുന്നു. എല്ലാം കരിമ്പ് വണ്ടികളാ ഉണ്ടോ. വലിയൊരു ക്രെയിനാ കണ്ടോ. എന്നാ കപ്പാസിറ്റി, വലിയ ഭയങ്കര കപ്പാസിറ്റി ഉള്ള ട്രെയിനാ കേട്ടോ. അല്ല ടയർ കണ്ടോ? ക്യാബിൻ കുഞ്ഞാ. നമ്മള് ഗുരുദാസ്പൂർ എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഹൈവേ പോകുന്നത്. ഗുരുദാസ്പൂർ ടൗണിലേക്ക് റൈറ്റിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ഒരു അച്ഛനുണ്ട് കേട്ടോ അപ്പറേ. നമ്മൾ ഇന്നാള് പോയ പള്ളി സ്കൂളൊക്കെ ഉണ്ട്. ഡൽഹി, അമൃത്സർ, അട്ടാരി ബോർഡർ പോവായിരുന്നു. പിന്നെ ഇന്നാള് നമ്മൾ പോയതായതുകൊണ്ട് തീരുമാനം മാറ്റി. ഇല്ലേ അവിടെ കൂടെ പോവായിരുന്നു. എന്നാ ഇനി വേറൊരു ദിവസം കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ നമ്മൾ ഇനി സ്കൂള് തുറക്കുമ്പോഴത്തേനും ചെല്ലണ്ടേ. രാജസ്ഥാൻ കറക്കം നടക്കുകയല്ല. അതെ, രാജസ്ഥാൻ ഒരുപാടുണ്ട് കാണാൻ. അതൊരു ചർച്ച. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ്, ക്രിസ്മസിന്റെ ഒരു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞാലും ഇനിയിപ്പോ ന്യൂ ഇയറിന്റെ ഉണ്ടല്ലോ അല്ലെ. അതുകൊണ്ടാന്നും അഴിക്കാത്ത. അമ്മേ ഗോൾഡൻ ടെമ്പിൾ കാണുന്നുണ്ടോ? ഒരു ടെമ്പിൾ അല്ല, ഒരുപാട് ടെമ്പിൾ പോയി കണ്ടു. ഗോൾഡൻ ടെമ്പിളോ? ഗോൾഡൻ ടെമ്പിൾ അമ്മ കണ്ടിട്ടില്ല. അച്ഛമ്മ പറയുന്ന ഗോൾഡൻ ടെമ്പിൾ ഏതാണെന്നറിയോ? നമ്മൾ ആന്ധ്രയിൽ നിന്ന് തിരുപ്പതിക്ക് പോയില്ലേ, അന്നേരം അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ കാണാൻ കയറിയില്ലേ? അതായിരിക്കും. അതല്ല, ഇവിടുത്തെയാ. ഇതാണ് യഥാർത്ഥ ഗോൾഡൻ ടെമ്പിൾ. ഇവിടാണ് സുവർണ ക്ഷേത്രം. പോയേക്കല്ലേ? ഇന്ന് ഉറക്കളക്കേണ്ടി വരുമല്ലേ ഇച്ചിരി? പെട്ടെന്ന് പോയിട്ട് വരാന്നേ. ഇന്ന് വലിയ തിരക്കാണുമല്ലായിരിക്കും ചിലപ്പോ. അറിയാൻ പറ്റില്ല. ശനി ഞാനൊക്കെ തിരക്കൊക്കെ കാണും. എന്നാലും കുഴപ്പമില്ല, നോക്കാം. പോയിട്ട് വരെ. ഞങ്ങള് വരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം പോയി. മുത്തുചേച്ച വരുന്നുണ്ടോ? ഓൾറെഡി പോയതാ. അതെ, നോക്കാം. വണ്ടിയിൽ എന്നാ ലോഡാന്ന് നിക്കല്ലേ. ചൂട് മണലായതുകൊണ്ടോ ഇപ്പൊ അതാ വെള്ളത്തിൽ നിന്ന് ഇപ്പൊ കോരി ഇട്ടേ ഉള്ളൂ. അതാ ഉദ്ദേശിച്ചത്. ചൂട് മണലാ. കുഞ്ഞിക്കിളിയെ കളിപ്പിക്കാൻ പറഞ്ഞ കുഞ്ഞിക്കിളി അതിപ്പോ ആറ്റിന്ന് വാരിക്കൊണ്ട് വന്ന മണലാ. ഫ്രഷ് മണല്. അതെ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നമ്മക്ക് ഇവിടെ 185 രൂപ. ചിക്കന്റെ കാര്യം മാത്രം ഓർമ്മയുള്ളൂ അല്ലേ? എനിക്ക് ചിക്കൻ ഇഷ്ടം. ഈ വഴിക്ക് കണ്ടോ ട്രെയിലറാ, അതെല്ലാം ലോഡ് കണ്ടോ. അത് ഫുള്ള് മണലാ. മണൽ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് രാത്രിക്കല്. ഇതേ അവരാ പോന്നേ. ആരാ ഓടിക്കുന്നതെന്ന് നോക്കിയത്? പൊന്നുവാണോ? പൊന്നോ ദാമിക്കുട്ടിയൊക്കെ ആണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ ഏറ്റിരിപ്പുണ്ട്. മുമ്പേ കഴിക്കാൻ തുടങ്ങിയപ്പോ ദാമിയുടെ ഉറക്കമൊക്കെ പോയി. അതെ, ഇതൊരു കല്യാണ മണ്ഡപമാ. പക്ഷെ ഈ പിന്നെ ഗോൾഡൻ ടെമ്പിൾ കാണുന്നതിന് മുമ്പേ ഇതിലേ വന്ന് പോവാണ് ഇത് ഗോൾഡൻ ടെമ്പിൾ ആണെന്ന് ഓർക്കും. അപ്പം നമ്മൾ അമൃത്സർ എത്തി. അപ്പം കുഞ്ഞിക്കിളിയും അച്ഛമ്മയും പൊന്നുക്കുട്ടിയും കൂടെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവാ അല്ലേ ചുമ്മാ? എന്നാ റെഡി ആയിക്കോ. എന്നാ റെഡി ആകാനാ? അച്ഛമ്മേ സെറ്റും എടുത്തിട്ട് അതിന്റെ മണ്ട 2 കോട്ട ഇട്ടേക്കുന്നേ. ഇപ്പൊ പാന്റ് കൂടെ കൊടുക്കും. പാന്റ് വേണോ? പാന്റ് കൂടെ ഇട്ടോളാം ഞാൻ പറഞ്ഞ. അന്നേരം പാന്റ് വേണ്ടെന്നും പറഞ്ഞോണ്ട്. ഇവിടെ വലിയ തണുപ്പില്ല, തണുപ്പ് കുറവാ. അപ്പോഴേ അച്ഛമ്മയെ കൊണ്ട് കുത്തി വെച്ചിട്ട് കേട്ടോ. ചേച്ചയും കൂടെ ഒന്ന് കുത്തി വെച്ചു കേട്ടോ. എനിക്കുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ. ഞങ്ങൾ പെട്ടെന്ന് വരാവേ. ദാമി പോണ്ട്. ദാമിനെ കുത്തി വെക്കും. ടൺ ഹരിക്കെ 47 കിലോമീറ്റർ. ഞാൻ അകലെ ഇത് ഒന്നിച്ചാ വായിച്ചേ. ഇത് ബത്തന്റെ റോഡാ നമ്മളിപ്പോ പോന്നേ. നേരെ ബട്ടിന്റെ ലക്ഷ്യമാക്കിയാ പോന്നേ. അപ്പൊ അവര് ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരിപ്പം വരും. അപ്പൊ നമ്മള് പതുക്കെ വണ്ടി എടുത്തേക്ക് പോന്നു. നീ പൊന്നു ആദ്യം പോലെ അതുകൊണ്ട് നീ പുറത്തെങ്ങാനും ഇറങ്ങി ഇച്ചിരി കട വഴിയൊക്കെ നടക്കുവോ? ഇച്ചിരി സമയം എടുക്കും. അപ്പം അതെന്ന് പറഞ്ഞാൽ ആ വണ്ടി പെട്ടെന്ന് വരുമല്ലോ. നമ്മൾ ഇച്ചിരി പതുക്കെയല്ലേ പോകുള്ളൂ. അപ്പൊ നമ്മള് പതുക്കെ അങ്ങ് പോവാണെങ്കിൽ അവര് പുറകെ വന്നോളും. അപ്പൊ ഞങ്ങൾ 4 പേരും ഉള്ളു ഈ വണ്ടിയല്ലേ. നല്ല മഞ്ഞ കേട്ടോ, നല്ല മൂടൽ മഞ്ഞ. ഇത്രയും നേരം ഈ മഞ്ഞ എവിടെ പോയേക്കുമായിരുന്നു? ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മുമ്പേ ശാലം നേരം ഇങ്ങനെ ആയിരുന്നു. ബോർഡൊക്കെ വായിക്കാവോ? പിന്നെ ഇതിങ്ങനെ കുറച്ച് സമയം മഞ്ഞുണ്ട്, കുറച്ച് സ്ഥലത്ത് മഞ്ഞില്ല.
അതെ നല്ല മഞ്ഞ കേട്ടോ അതെ. നല്ല കാട്ടിയാ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. വെളുപ്പിനെ ആവുമ്പോഴാ മഞ്ഞ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ വെളുപ്പിനെ ഓടാൻ പറ്റിയല്ല. നോക്കാം. ഇതെന്നാ ആമിക്കുട്ടി? മഞ്ഞ മുട്ട മഞ്ഞ്. ഇന്നലെ രാത്രി നമ്മൾ ആ ഹിമാചലിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ, പഞ്ചാബ് കയറി കഴിഞ്ഞ് ഇതുപോലെ ഭയങ്കര മഞ്ഞായിരുന്നു. കാലിലിരുന്ന് ഒന്നും കാണത്തില്ല. ഇത് ഇച്ചിരി പൊക്കം ഉള്ളതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. ക്യാരവനിലൊക്കെ ഇരുന്നപ്പോ ലോറിയിൽ ഇരുന്നാലും കുറച്ചുകൂടെ കാണാം. അതെ, കാലിലിരുന്ന് ഒന്നും കാണത്തില്ലായിരുന്നു. അതുകൊണ്ടോ ലോറി പോന്നെ കണ്ടില്ലേ? അപ്പൊ അതെ, ഇവര് വരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം വന്നു. എല്ലാം ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കണ്ടോ? കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പറായിരുന്നു. ആണോ? കാണണ്ടതായിരുന്നു. പോയില്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് ആദ്യം മടിച്ചാ ഇവര് പോയിട്ട് വന്നിട്ട് പോകാൻ കഴിയായിരുന്നു. തണുപ്പായോണ്ട് കാണണ്ടെന്നൊക്കെ നീ പറഞ്ഞോണ്ടിരുന്നാ പോയേക്കാന്ന് കൊണ്ട് പോയതാ. പോയില്ല, നഷ്ടമായിരുന്നല്ലായിരുന്നോ? വലിയ നഷ്ടമായിരുന്നു. അത്ര അടുത്ത് വന്നിട്ട്. അത്ര അടുത്ത് നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസം അവിടെ ഇരിക്കാൻ. നല്ല രസം. നല്ല രസാ. എന്നാലേ വണ്ടിക്കകത്തോട്ട് കയറും. ഞാൻ കോട്ടൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് തണുക്കുന്നു. അതിന് മാത്രം തണുപ്പൊന്നുമില്ല. അത് കോട്ട് ഇട്ടോണ്ട് നിൽക്കുമ്പോ അറിയത്തില്ല തണുപ്പൊന്നും. അപ്പം എല്ലാരും കയറ്റി കിടത്തി. അതെ, വഴി നല്ല മഞ്ഞുമാ. രാജേഷ് മുന്നേ പോയി. അതെ, മഞ്ഞാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയേക്കാം കേട്ടോ. അതെ. അല്ലേ? ആ, നല്ല കോടമഞ്ഞാ. നീ ഇപ്പോഴേ മഞ്ഞ് കൂടി വരുവുള്ളൂ ചിലപ്പോ. കുറച്ചു നേരം മഞ്ഞ് കാണും, പിന്നെ കുറച്ചു നേരം കുഴപ്പമില്ല. പറയണ്ടോ, ഇപ്പം മാറി കുറഞ്ഞു. ഇതൊന്നും കാണത്തില്ലല്ലോ. ടോൾ ബൂത്ത് ഒന്നും കാണത്തില്ല. അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാട്ടോ. എപ്പുറത്തൂടെ പോകാം. അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. അതെ, ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് ഒതുക്കിയേക്കാം. അതെ, വെറുതെ റിസ്ക് എടുക്കണ്ട. ആ വണ്ടിയിലോട്ട് നോക്കി എത്ര പേരാന്ന് നോക്കി. ഈ അവർക്ക് തണുക്കുമല്ലേ അല്ലേ? അതുകൊണ്ടല്ലേ കമ്പിളിയൊക്കെ പതിച്ചേക്കുന്നേ. ആ, എനിക്ക് ആൾക്കാർ നിൽക്കുക കേട്ടോ. സൈഡിലുള്ളവർ ഇരിക്കുന്നു, അകത്ത് നിൽക്കുന്നു. എനിക്ക് എത്ര പേരുണ്ടോ വണ്ടിയിൽ? നല്ല മഞ്ഞ. രാജേഷ് പോയി കണ്ടില്ല. മുന്നിൽ ഒരു പമ്പിൻ്റെ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അകത്ത് കയറ്റിയിടാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. അത് നോക്കാം. അപ്പോൾ നമ്മളൊരു ദാബേൽ വന്നു. ആ ദാബേൽ അകത്ത് കയറ്റി പാർക്ക് ചെയ്യാം. ഇടയുണ്ട്. ഏതൊക്കെയാലും സേഫ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മൾ പാർക്ക് ചെയ്തു. അതിനെച്ചാലേ ആ ടോള് കഴിഞ്ഞൊരു പമ്പുണ്ടായിരുന്നു. പമ്പിൻ്റെ അകത്ത് കയറ്റി എടുത്തില്ല. വെളിയിലിടാൻ സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ വെളിയിലിട്ടാൽ നമ്മൾ ഈ മഞ്ഞത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ വേറെ വണ്ടികൾ വല്ലതും കാണാതെ വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് തട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ദാവയാണ്. ലോറികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് കയറ്റി നമ്മൾ പാർക്ക് ചെയ്യും. സേഫ് അസുഖമായിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങാം. അതാണ്. നമുക്ക് കിടന്നേക്കാം. രാവിലെ പോയേക്കാം. ഒരു 6-7 മണിക്ക് എടുക്കാം. ആ, മഞ്ഞ് നല്ല കട്ടിയാണ്. അന്നേരം ഈ മഞ്ഞ് തന്നെ ആയിരിക്കും മിക്കവാറും കേട്ടോ. ചിലപ്പം നോക്കാം. അതെ, അച്ഛമ്മയൊക്കെ നല്ല ഉറക്കം പിടിച്ചു. അതെ, ഇനിയിപ്പോൾ നമുക്ക് കിടന്നേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.